അയാൾ അങ്ങനെ പ്രിയങ്കയ്ക്ക് സുകുമാരൻ മുത്തശ്ശിക്ക് ഈ രാധികയ്ക്ക് പണം കിട്ടുന്നതൊക്കെ കണ്ട അസൂയ മൂത്ത അങ്ങനെ നിൽക്കുകയാണ്. ഇവളെ എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവൾ നമ്മളെക്കാളും കോടീശ്വരി ആകുമല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവളുടെ കയ്യിലേക്ക് ഇങ്ങനെ പണം വന്ന് വീഴുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ അങ്ങ് ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാണ്, അവൾ ആക്സിഡൻ്റ് ആയിട്ട് ആ കയ്യും കാലും അനക്കാതെ കുറച്ച് ദിവസം അങ്ങ് കിടക്കണം അവിടെ. എന്നിട്ട് അവളുടെ സദ്യ മുടങ്ങണം, അവളൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ പ്രിയങ്കയും പറയുന്നുണ്ട്, വാ മുത്തശ്ശി, അപ്പോൾ അവളെ ആക്സിഡൻ്റ് ആക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടി എടുത്ത് അവളെ ഫോളോ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയയിലൂടെയൊക്കെയാണ് രാധിക അങ്ങ് പോകുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പിന്നാലെ അങ്ങനെ പോവുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ്, നല്ലൊരു തക്ക ചാൻസ് കിട്ടുമ്പോൾ അങ്ങ് അവളെ വണ്ടി അങ്ങ് ഇടിച്ചിടുക എന്നുള്ള രീതിയിലാണ് പ്രിയങ്ക പോകുന്നത്. അപ്പോൾ കുറേ അങ്ങനെ പോകുമ്പോഴും ഇവൾ ഒന്നും ചെയ്യാതെ പിന്നാലെ തന്നെ പോകുന്നത് കണ്ടിട്ട് സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയങ്കേ, നീ ഇവളുടെ പിന്നാലെ ഇങ്ങനെ പോയി അവസാനം ആറ്റുവാശ്ശേരിയിൽ എത്തുമല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അങ്ങനെ കയറി ചെന്ന് അവളെ അങ്ങ് എടുക്കാൻ പറ്റില്ല, പറ്റിയുള്ളൊരു സാഹചര്യം വരണ്ടേ, ഇവിടെയൊക്കെ വീടുകളാണ്, അങ്ങനെ എങ്ങാനും ഇവിടുന്ന് ഇവരുടെ മുന്നിൽ നിന്ന് അങ്ങനെ അവളെ അങ്ങ് തട്ടിയിട്ടാൽ ആളുകളൊക്കെ വന്ന് നമ്മളെ അങ്ങ് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ആളൊഴിഞ്ഞൊരു സ്ഥലം കിട്ടണ്ടേ, എന്നാലല്ലേ ഒന്ന് വണ്ടി കൊണ്ടൊന്ന് തട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവളങ്ങനെ ഫോളോ ചെയ്ത് കുറേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ആളുകളില്ലാത്ത ഏരിയ അങ്ങ് ആകുകയാണ്. ഒരുപാട് കാടും പിടിച്ച് ആളുകളൊന്നും അങ്ങനെ ആരും കാണാത്തൊരു ഏരിയയിൽ അങ്ങ് എത്തുകയാണ്. അപ്പോൾ ഈ രാധികനെ അങ്ങനെ അവർ ഫോളോ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു അവസരം കിട്ടുന്നതിൻ്റെ ഇടയിൽ അവൾ സൈഡിൽ അങ്ങ് ഈ വണ്ടി അങ്ങ് പാർക്ക് ചെയ്യുന്നുണ്ട് ഈ രാധിക. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആ ഒരു കാടിൻ്റെ ഉള്ളിലൊരു അമ്പലം ഉണ്ടാകുക. അവൾ ആ അമ്പലത്തേക്ക് അങ്ങ് തൊഴാൻ വേണ്ടി കയറി പോവുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ അവിടെ കിടന്ന് തൊഴുന്ന സമയത്ത് ഈ പ്രിയങ്ക പറയുന്നത്, ഓ ആരെ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഈ അമ്പലം കൊണ്ടുവന്ന് വെച്ചത്, അല്ലെങ്കിൽ ഇനി ഇവളെങ്ങാനും അവിടെ നിന്ന് എണീറ്റ് പോരുമില്ല, കുറേ നേരം അവിടെ അങ്ങനെ അതുപോലെ തന്നെ അങ്ങ് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നത്, മോളെ ഇനി അവളെ വിടരുത് മോളെ, അവളെ ഇനി എന്തായാലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ, ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവൾ നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുത് അവളുടെ വണ്ടിയിൽ വീണ്ടും അങ്ങനെ നേരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ഈ പ്രിയങ്ക ഒന്ന് ചിന്തിച്ചിട്ട് നേരെ അവളുടെ പിന്നാലെ പോകാതെ ഒരു വഴി തിരിച്ച് വേറൊരു വഴിയിലൂടെ അങ്ങ് തിരിയാണ്. അപ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, ഐഡി പ്രിയങ്ക അവൾ നേരെ അല്ല പോയത്, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കുറുക്ക് വഴി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അവളിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി പോയാൽ അവളെ മുന്നിലെത്താൻ പറ്റും, അവളെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് എത്താം, അപ്പം നമുക്ക് ഈസി ആയിട്ട് അവളെ അങ്ങ് തട്ടി മാറ്റാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ വേറൊരു വഴിയിലൂടെയും പോവാണ്. അപ്പോൾ ഇവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പോയി അവസാനം ഈ രാധിക മുന്നിലൂടെ അങ്ങ് വരുന്നുണ്ട്. ഇവരാണെങ്കിൽ രാധികയുടെ മുന്നിലുള്ള ഒരു വഴിയിലാണ് എത്തിപ്പെട്ടത്. അപ്പോൾ നേരെ ഇവളെ കയറി അങ്ങ് ഇടിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. എല്ലാ ധൈര്യം എടുത്ത് അവളങ്ങ് ഇടിക്കാൻ വേണ്ടി അങ്ങ് വണ്ടി അങ്ങ് നേരെ പോകുന്നതിൻ്റെ ഇടയിൽ പക്ഷേ രാധിക തലനായികക്ക് അങ്ങ് രക്ഷപ്പെടുന്നുണ്ട്. അവളുടെ വണ്ടിക്ക് ഒന്നും പറ്റാത്ത, പക്ഷേ നമ്മുടെ ഈ പ്രിയങ്ക നേരെ ആ വണ്ടി അങ്ങ് കൊണ്ടുപോയി ഒരു മരത്തിൽ അങ്ങ് ഇടിക്കുകയാണ്. പക്ഷേ രാധികക്കൊന്നും പറ്റിയതുമില്ല. ഈ പ്രിയങ്കയാണെങ്കിൽ വണ്ടി ഇടിച്ചിട്ട് അവളുടെ കൈക്കൊക്കെ നല്ല പരുക്ക് അങ്ങ് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവളങ്ങ് നിലവിളിക്കുകയാണ്, മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് മുത്തശ്ശിക്ക് അവർക്ക് തന്നെ തിരിച്ചങ്ങ് പണി കിട്ടിയ കാര്യം ഇവരങ്ങ് ഒരു ബോധം വരുന്നത്. അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി ചെയ്തു. ആ രാധികക്കാണെങ്കിൽ ഒന്നും പറ്റിയതുമില്ല. അപ്പോൾ തന്നെ വണ്ടി ഈ രാധിക അവളുടെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വേഗം ഓടി വരികയാണ് എന്താ പറ്റിയത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സുകുമാര മുത്തശ്ശി എല്ലാ കുറ്റങ്ങളും രാധികയുടെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള മട്ടിലാണ് ഈ സുകുമാര മുത്തശ്ശി. അവർ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് ഈ രാധികനെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടി നീ എന്താടി ചെയ്തു വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ അങ്ങനെ സൈഡിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് ഓടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ കൂടുന്ന സമയത്ത് ഈ സുകുമാര മുത്തശ്ശി രാധികൻ അങ്ങ് ഷൗട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ നാട്ടുകാരോടൊക്കെ പറയുന്നത്, ഇവളെ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ കിടന്ന അഭ്യാസം കാണിച്ചിട്ട് ഈ വണ്ടി ആക്സിഡൻ്റ് ആയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ രാധികയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, അല്ലതല്ലേ നിങ്ങളിങ്ങനെ ഈ വണ്ടി എടുത്ത് പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, എന്തൊരു പോക്കാണ് പോയത്, ആ പോക്കിൽ നിങ്ങൾക്ക് ജീവൻ തന്നെ ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, അമ്മാതിരി പോക്കല്ലേ നിങ്ങൾ പോയത്, ജീവൻ തന്നെ തിരിച്ച് കിട്ടിയ വലിയ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പ്രിയങ്കയും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ കൈ ഭയങ്കര വേദന എടുക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നു, ഹോസ്പിറ്റലിൽ പോവാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നീ ഇവളെ ആക്സിഡൻ്റ് ആക്കി കഴിഞ്ഞതുകൊണ്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റി അതിനുള്ള നഷ്ടപരിഹാരം നീ തരേണ്ടി വരും. മാത്രമല്ല ഈ വണ്ടിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഈ വണ്ടി നന്നാക്കി തരേണ്ടി വരും. പിന്നെ ഇവൾ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഈ ഞങ്ങളുടെ സിനിമ എങ്ങാനും മുടങ്ങിപ്പോയി എന്നാൽ ആ സിനിമ മുടങ്ങിപ്പോയതിൻ്റെ നഷ്ടപരിഹാരം നീ തരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക ഇതൊക്കെ കേട്ട് അന്ത വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊന്നും നടക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. നിങ്ങൾ മര്യാദക്ക് വണ്ടി ഓടിക്കാനിട്ടല്ലേ ഇങ്ങനെ ആയത്, എന്നിട്ട് ഇപ്പോൾ എന്നെ കുറ്റം പറയുകയാണ് എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, അല്ല ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ വണ്ടിയൊന്നും ഇല്ല, ഞങ്ങൾ ആകെ ഇതിലൂടെ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തടുത്ത് വെച്ചിട്ട് വണ്ടിയിൽ അങ്ങ് പറഞ്ഞു വിടാം, വേറെ വണ്ടി കിട്ടാനുള്ള സാഹചര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇവിടെ അടുത്തടുത്ത് ഒരു വണ്ടി പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇവിടെ അതിന് വണ്ടിയുടെ സ്റ്റാൻഡൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല, പിന്നെ ഇവിടെ വീട്ടിലെങ്ങാനും വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ അടുത്തൊന്നും വീട്ടിലൊന്നും വണ്ടിയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധികയും പറയുന്നുണ്ട് എന്തായാലും ചേട്ടാ ഇവിടെ ഇവിടെ വീട്ടിലെങ്ങാനും വണ്ടി ഏതെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചേട്ടനെ ഈ രാധികനോട് പറയുന്നുണ്ട് എൻ്റെ മോളെന്തിനാ ഇവരുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്, മോള് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അങ്ങനെ അല്ലല്ല ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ ഇവളും പറയാണ്. അപ്പോൾ ഈ രാധിക നേരെ ഈ പ്രിയങ്കനോട് പറയുന്നുണ്ട് വേറെ വണ്ടിയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല, നല്ല അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ എൻ്റെ സ്കൂട്ടിയിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ തന്നെ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് അയ്യേ നിൻ്റെ സ്കൂട്ടിയിൽ ഇവളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിനക്കറിയോ, ഇവളുടെ സ്റ്റാറ്റസിനൊന്നും അത് ചേരുന്നതല്ല നിൻ്റെ സ്കൂട്ടിയിലൊക്കെ പോരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട് ആഹാ അപ്പോൾ സ്റ്റാറ്റസിന് ചേരില്ലെങ്കിൽ എന്നാൽ വേഗം വണ്ടി അങ്ങ് ഒപ്പിച്ച് അങ്ങ് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവളങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി എൻ്റെ കൈ വേദനിക്കുന്ന സ്കൂട്ടി ഞാൻ പോയിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക നേരെ ഈ പ്രിയങ്കയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നല്ല അടങ്ങി ഒതുങ്ങി എൻ്റെ വണ്ടിയുടെ പിറകെ അങ്ങ് നിർന്നോണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നിന്നാൽ അറിയാലോ ഞാൻ വഴിയിലങ്ങ് ഇറക്കി വിട്ട് അങ്ങ് പോകും എന്നൊക്കെ അങ്ങനെ അവൾക്ക് ചെറിയൊരു താക്കീതും കൊടുത്തിട്ട് ഈ രാധിക ആ വണ്ടിയിൽ അങ്ങ് കയറി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ നാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് സുകുമാരി മുത്തശ്ശി എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങളെ 3 പേരെ അറിയാം, നിങ്ങൾ ആ ഒരു ദേവനാരായണനെ ആ മകളെ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നു, എന്നിട്ട് ഈ പെൺകുട്ടി കണ്ടില്ലേ നിങ്ങളെ ഇത്രയൊരു അപകടത്തിലും കഴിയൊഴിയാതെ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്താനൊക്കെ സഹായിക്കുന്നത്, അതാണ് നിനക്ക് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം ആ കുട്ടിയുടെ പേരിലുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ആ കുട്ടീനോട് നിന്നൂടെ, എന്ത് നല്ലൊരു കുട്ടിയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി മുത്തശ്ശിനോട് ഇങ്ങനെ കാര്യത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് നീ പോടാ അവിടെ നിന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അയാൾ തിരിച്ചും പറയുന്നുണ്ട് നീ പോയാൽ തള്ള എന്നൊക്കെ തിരിച്ചും അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ രാധിക ഈ പ്രിയങ്കനെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ അങ്ങ് ജീവിച്ചൂടെ, എന്തിനാ ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നത്, പിന്നെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഈ പ്രായമായ ആളുകളൊക്കെ, അവരൊക്കെ ഈ മക്കളെ മരുമക്കളെയൊക്കെ നല്ല രീതിയിൽ ഉപദേശിച്ച് അങ്ങ് നല്ല രീതിയിൽ ജീവിക്കാനാണ് എല്ലാവരോടും പറയുന്നത്, പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാൻ ഇങ്ങനെ ഒരു മുത്തശ്ശി സ്വന്തം മകളെയും കേടി വരുത്തി അതിലും കേട് വന്ന് അങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അയാളെ വീണ്ടും തെറി വിളിക്കുമ്പോൾ ഈ ചേട്ടൻ വീണ്ടും ഈ മുത്തശ്ശിനെ അങ്ങ് തെറി വിളിക്കുകയാണ്, പോ തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അവൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അയാളോട് വിളിച്ച് പറയുന്നുണ്ട് എടാ നിന്നെ ഞാൻ എടുത്തോളാടാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളങ്ങ് പറയുന്നുണ്ട് എടുക്കാൻ വെള്ളയിലേക്ക് അങ്ങ് വാ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശിക്ക് വീണ്ടും കലി വരുന്നത് അയാളങ്ങ് കുറച്ച് ബ്രാഗി അങ്ങനെ എന്തായാലും എങ്ങനെ ആ വഴിവാക്കിൽ അങ്ങ് കാത്തിരിക്കുകയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ നമ്മുടെ ഉർവശി ആ അസുഖം ബാധിച്ച് ആ ഗസ്റ്റ് ഹൗസിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവർ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്, നമ്മുടെ ഈ ചന്ദ്രശേഖരനും ഈ സേറയും കൂടിയിട്ട് വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാർ അങ്ങനെ പാർക്ക് ചെയ്ത് അവരങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഈ ഉർവശി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനും ഈ സേറയും കൂടിയിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സേറ ഇങ്ങനെ ചന്ദ്രശേഖരനോട് ഇങ്ങനെ കൊഞ്ചി കൊയഞ്ഞങ്ങ് സംസാരിക്കുന്നതൊക്കെ ഇവളങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സേറ ഈ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട് ചന്ദ്രു എന്തായാലും ചന്ദ്രുവിന് ഇത്രയും ഒരു കോമഡിയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ തമാശയൊക്കെ പറയാണ്. സേറ ചന്ദ്രശേഖരനോട് ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രു ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കണിമംഗലത്തുള്ള കാരണവന്മാരെന്നൊക്കെ പറയുന്നത് അങ്ങനെ അധികം സംസാരിക്കാതെ മിണ്ടാതെ ഭയങ്കര ജാടയിട്ടൊക്കെ നടക്കുന്ന ആളുകളായിരിക്കുന്ന വിചാരിച്ച്, പക്ഷേ ചന്ദ്രു അങ്ങനേ അല്ല, ചന്ദ്രു ഭയങ്കര സംസാരവും നല്ല സ്നേഹമൊക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ഈ സേറിനോട് പറയുന്നുണ്ട് സേറ പിന്നെ ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യമല്ലേ, ഈ കാര്യം ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യ ഉർവശിനോടും പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല ഞാൻ അത്രയും പറഞ്ഞു തീർത്തതിന് ശേഷം അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു റിയാക്ഷനും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സേറ ചോദിക്കുന്നുണ്ട് അതല്ല അതെന്താ ഒരു റിയാക്ഷനും ഇല്ലാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ ഉർവശി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അതിന് അവൾക്ക് അതൊക്കെ മനസ്സിലാവണ്ടേ, അവൾക്കൊരു ബുദ്ധിയും വിവരവും ഇല്ലല്ലോ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും അവൾക്കില്ല, അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പം ഞാൻ സേറിനോട് പറഞ്ഞപ്പോൾ സേറിൻ്റെ അടുത്ത് നിന്ന് നല്ല റിയാക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട് ചന്ദ്രുവിൻ്റെ ലെവലിലാണ് ഞാനും, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ലെവലിലാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓരോ അനുഭവങ്ങളൊക്കെ നമുക്കങ്ങ് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരനും ഓരോന്നും അങ്ങനെ തിരിച്ചും പറഞ്ഞല്ലോ, അവൻ ചന്ദ്രുവിൻ്റെത് ഞാനും അങ്ങനെ കേട്ട് ആസ്വദിച്ചു.
കുറച്ച് കഴിയുമ്പോൾ ഇനി നിൻ്റെയും എൻ്റെയും കഥകളൊക്കെ ഇനി നമ്മുടെ കഥകളാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെ ചിരിച്ചങ്ങ് മൂളാണ്. അപ്പോൾ ഈ സാറ് ചോദിക്കുന്നുണ്ട്, ഇല്ല ചന്ദ്രു എനിക്ക് ഉറപ്പ് തരില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിരിക്കും, ഞാൻ തന്ന വാക്ക് എന്തായാലും ഞാൻ പാലിച്ചിരിക്കും. ഈ സാറ് പാലിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേയും പറയുന്നുണ്ട്, ഞാനും പാലിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കൈ കൊടുത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ഉർവശി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടി നിന്നെ ഞാൻ ഇനി അങ്ങനെ വായിക്കാൻ വിടുന്നില്ല, നീ ഇങ്ങനെ വളർന്നാലേ എൻ്റെ കെട്ടുതാലും പൊട്ടിച്ചേ നീ പോകുള്ളൂ, അതുകൊണ്ട് നിനക്ക് എങ്ങനെ പണി തരാം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കണിമംഗലത്തെ അകത്തേക്ക് കയറിപ്പോയതിന് പിന്നാലെ തന്നെ ആരും കാണാതെ ഈ ഉർവശി അങ്ങ് പതുക്കെ അങ്ങ് അടുക്കള ഭാഗത്തിലൂടെ അങ്ങ് കയറി ചെല്ലാണ്. അപ്പോഴാണെങ്കിൽ ഈ ചന്ദ്രശേഖരൻ്റെ നേരെ റൂമിലാണ്. അപ്പോൾ അവർ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ സംസാരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഈ ഉർവശി അറിയുന്നൊന്നുമില്ല. ഉർവശി പെട്ടെന്ന് തന്നെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പതുക്കെ ഈ ചന്ദ്രശേഖരൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ റൂമിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ചന്ദ്രശേഖരൻ്റെ ഈ സേറയും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ചന്ദ്രശേഖരന് സാറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണിമംഗലത്തേക്ക് ഇങ്ങനെ വരുന്നത്, അതിന് പകരം നിനക്ക് ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സാറ പറയുന്നുണ്ട്, അല്ല അതിനുള്ള സമയമൊക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരനെ ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിന്നിങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് താമസിച്ചാൽ അതല്ലേ എളുപ്പം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് ചെയ്ത് തീർക്കേണ്ട ഒരുപാട് പണികളുണ്ടാകും, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ. അപ്പോൾ സമയമായിട്ടില്ല, ഒരുപാട് വേറെയും ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്ഥിരമാസമാക്കും എന്നൊക്കെ ഇങ്ങനെ ഈ സാറ് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ സംസാരമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ സാറ് ഒരു കപ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പ് എടുത്തിട്ട് അതിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സാറേ നീ എന്തിനാണ് ഈ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്, നീ ഇവിടെ ഇരുന്ന് ഞാൻ എടുത്ത് കൊണ്ട് വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സാറ് പറയുന്നുണ്ട്, അത് വേണ്ട ചന്ദ്രു, ഞാൻ എടുത്തുകൊണ്ട് വരാം വെള്ളം, ചന്ദ്ര ഇവിടെ ഇരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ വീണ്ടും അവരെ സമ്മതിക്കുന്നില്ല. വേണ്ട, നീ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടൊന്നും വരുമൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് തരാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയാം. ആ സമയം കൊണ്ടാണെങ്കിൽ ഉർവശി അവിടെ സ്റ്റെപ്പിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സാർ ഇങ്ങനെ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയാൽ ബാക്കി അടിയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയും, അവൾക്ക് ചന്ദ്രശേഖരനോട് ഭയങ്കര സ്നേഹവും കരുതലും എല്ലാം ഉണ്ടല്ലോ, അവളെല്ലാം നോക്കുന്നുണ്ടല്ലോ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ചന്ദ്രുവാണ് വെള്ളം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവ ഭയങ്കര അഹങ്കാരമാണ്, അതുകൊണ്ടാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള മട്ടിലായിരിക്കും അവരുടെ സംസാരം. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ സാറ് ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അക്കാര്യമൊന്നും ചിന്തിച്ചത് പോലുമില്ല, പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ ഇതുവരെ ജീവിച്ചിരുന്ന ഒരുത്തി, അവളുടെ മൈൻഡിലൊന്നും ഇതുപോലെയുള്ളൊരു കാര്യങ്ങൾ പോലും വന്നിട്ടില്ല, അതിനെന്താ അവൾക്ക് അതിനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ഉർവശിനെ അങ്ങ് താഴ്ത്തി അങ്ങ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ചന്ദ്രശേഖരനെ അവളെ വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ ഈ ജഗ്ഗുമായിട്ട് ഈ സേറ അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ വരികയാണ്. അപ്പോൾ ഈ വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഉർവശി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് സ്റ്റെപ്പിൻ്റെ പിറകു വശത്ത് അവൾ കാണാതെ അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ ഇവരെ ഇങ്ങനെ താഴെ എത്താൻ നേരത്ത് ഈ ഉർവശി വേഗം വന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ പിറകിലൂടെ കൈയിട്ടിട്ട് ഈ സേറനെ അങ്ങ് തള്ളി അങ്ങ് ഇടുകയാണ്. അപ്പോൾ ആ ഒരു തള്ളിൽ സേറ അങ്ങ് മറിഞ്ഞ് അങ്ങ് വീഴുന്നൊക്കെ ഉണ്ട് സ്റ്റെപ്പിലൂടെ. അപ്പോൾ ഇവരങ്ങ് വീഴുന്ന സമയത്ത് നേരെ ഉർവശിയെ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കണം പുറത്തേക്ക്. അപ്പോൾ ഇത് ആരാണ് തള്ളിയിട്ടത് എന്നെന്തായാലും സേറ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇവരുടെ നിലവിളി കേട്ടിട്ട് എന്തായാലും ചന്ദ്രശേഖരനും അങ്ങ് വന്ന് നോക്കുമ്പോൾ ഇവളുണ്ടാകും അവിടെ അങ്ങ് വീണ് കിടക്കുന്നത്. അപ്പോൾ വീണ് കിടക്കുന്ന സമയത്ത് ഇവളുടെ അടുത്തേക്ക് ഈ ചന്ദ്രശേഖരൻ അങ്ങ് ഓടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി സേറ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സേറിങ്ങനെ ഭയങ്കര നിലവിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലവിളിയിൽ നമ്മുടെ ഈ പത്മിനിയും ഈ കൽപ്പനയും എല്ലാവരും ഓടി വരുന്നുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ സേറ് പറയുന്നുണ്ട്, ചന്ദ്രു എന്നെ ആരോ പിറകിൽ നിന്ന് തള്ളിയിട്ടതാണ്, അതെനിക്ക് എന്തായാലും ഉറപ്പാണ്, ആരോ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ പിന്നെ ഈ കൽപ്പനയും പത്മിനിയും കൂടിയിട്ട് അവിടെയൊക്കെ തപ്പി നോക്കുകയാണ്, ഇവിടെ ആരാ ഉള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട്. മൊത്തത്തിൽ തപ്പി നോക്കുന്ന സമയത്തൊക്കെ ഉർവശി അവിടെ അങ്ങ് ഒളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരും കാണുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നതിൻ്റെ ഇടയിൽ എന്തായാലും കൽപ്പന പുറത്ത് വന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഉർവശിനെ അങ്ങ് കാണുന്ന പോലെയൊക്കെ ഉണ്ട്. എന്തായാലും
ഉർവശി നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പണി എന്തായാലും സേറൊക്കെ അവൾ കൊടുത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സുകുമാര മുത്തശ്ശി അവിടെ വഴിയിൽ അങ്ങ് കാത്തിരിക്കുന്ന സമയത്ത് രാധിക ഈ പ്രിയങ്കേനെയും കൊണ്ട് അങ്ങ് മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് അങ്ങ് ഇവളെ ഇറക്കി ഇട്ടിട്ട് ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, ഇത് അവളുടെ മരുന്ന്, അവൾക്ക് കയ്യിന് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, ഇനി കൈ അങ്ങനെ എങ്ങനെയൊക്കെ ഇളക്കിയാൽ വീണ്ടും ബാൻഡേജ് കെട്ടേണ്ടി വരും, അതുകൊണ്ട് കൈയൊന്നും ഇളക്കണ്ട, നേരത്തിന് മരുന്നൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്ന സമയത്ത് സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ വലിയ ഉപദേശമൊന്നും വേണ്ട, പിന്നെ നീ അങ്ങനെ ഇവൾക്ക് ഇത്രയും വലിയ അപകടമൊക്കെ പറ്റിയെന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ അങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ഈ രാധികനോട് അങ്ങ് പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, വഴിയിലുള്ള ഒരു മരത്തിന് പോലും ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയത് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലേ, പക്ഷേ ഞാൻ ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതിനുള്ള ശിക്ഷ ദൈവം നിങ്ങൾക്ക് തന്നും ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ കൈയൊടിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ പ്രിയങ്കേനെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കരുത്, അവൾക്ക് നല്ല ഉപദേശം കൊടുക്കുക, ഈ ചീത്ത ഉപദേശമൊക്കെ വിട്ടിട്ട് നല്ല ഉപദേശം കൊടുക്കുക. അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും നല്ല ഉപദേശം കൊടുക്കുമ്പോൾ നീ നല്ല രീതിയിൽ വളരുമ്പോൾ അവൾ നല്ലവളാണ് എന്നുള്ള കാര്യം നീ പറയിപ്പിക്കുക, ആളുകളെ കൊണ്ടൊക്കെ നിന്നെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, ആരാണ് പ്രിയങ്കയ്ക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതെന്ന്. അപ്പോൾ അവൾക്ക് ഈ സുകുമാരി മുത്തശ്ശിയാണ് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാമല്ലോ നിങ്ങളെ, എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിലങ്ങ് ജീവിക്കാൻ നോക്ക്. പിന്നെ പ്രിയങ്ക, നിനക്കറിയാലോ, നീ ഈ മുത്തശ്ശിയുടെ വാക്കും കേട്ട് ഉപദേശമൊക്കെ കേട്ട് ജീവിച്ചാൽ ആളുകളെല്ലാവരും നിന്നെ വെറുക്കത്തേ ഉള്ളൂ, നിൻ്റെ ജീവിതമാണ് പായായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശം അങ്ങ് കൊടുക്കണം. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യടാ ഉപദേശമൊന്നും വേണ്ട, എന്തായാലും നീ അങ്ങനെ വെറും കൈയോടെ അങ്ങ് പോകുന്നു വേണ്ട, പിന്നെ നീ വലിയ സഹായം ചെയ്തു എന്നൊക്കെ വിചാരിച്ച് വലിയ ഒരു ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ള കൂലി ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് അങ്ങ് നീട്ടുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്താ ഇത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് നീ ഇവളെ സഹായിച്ചതിനുള്ള കൂലിയാണിത് എന്നൊക്കെ പറയണേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആ കൂലി എന്തായാലും എനിക്ക് വേണ്ട, ഇവളെ ഞാൻ സഹായിച്ചത്, ഇവളെ ഞാൻ കൊണ്ടുപോയതും ഹോസ്പിറ്റലിലെ ബില്ലടച്ചതും മരുന്ന് വാങ്ങിയതും എല്ലാം ഞാൻ ആ പൊതിച്ചോറ് വിറ്റുണ്ടാക്കിയ പൈസ കൊണ്ടാണ്, അതുകൊണ്ട് ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ നല്ല പൈസയാണ്, അത് ഉപയോഗിച്ചാൽ എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും, പക്ഷേ ഈ പൈസ ഞാൻ ഉപയോഗിച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല, കാരണം ഈ പൈസ നിങ്ങളുണ്ടാക്കിയത് ചതിച്ചിട്ടാണ്, അതും വരുണിനെ ചതിച്ചുണ്ടാക്കിയ പൈസയാണ്, അതുകൊണ്ട് ഈ ഒരു പൈസ എനിക്ക് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, വേണമെങ്കിൽ നല്ല രീതിയിൽ നീ ഒന്ന് ചിന്തിച്ച് ജീവിക്ക്, ഇവരുടെ ഉപദേശം കേട്ടിട്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലായിരുന്നു തട്ടൊക്കെ തട്ടിയിട്ട് ഈ രാധിക അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവളുടെ പോക്കൊക്കെ കണ്ടിട്ട് ഇവരിങ്ങനെ അഹങ്കാരത്തോടെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവളെന്തായാലും ഇങ്ങനെ ഇനി വായിക്കാൻ വിട്ടുകൂടാ എന്നൊക്കെ സുകുമാരി മുത്തശ്ശി ഒറ്റക്ക് അങ്ങ് പറയാണ്. പക്ഷെ പ്രിയങ്ക അതൊക്കെ വിട്ടിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി നമുക്കിനി ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ്ടേ, നമുക്ക് എങ്ങനെയൊന്ന് പോവുക, വേഗം വണ്ടി എന്തെങ്കിലുമൊക്കെ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണം. പോരാത്തതിന് എനിക്ക് ഒരുപാട് നേരം നടക്കാനൊന്നും വയ്യ, എനിക്ക് കൈ നല്ല വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇനി ഈ ഉർവശിക്കുള്ള പണി കിട്ടും എന്തായാലും നോക്കുക, കാരണം അവൾ ഇങ്ങനെ ഒരു പണി സേറൊക്കെ കൊടുത്തുകൊണ്ട് സേറ വെറുതെ ഇരിക്കുന്നൊന്നും തോന്നുന്നില്ല, സേറ തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.